നമസ്കാരം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററിലെ 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. പാർട്ട് 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. നമ്പർ കൺവേർഷൻ. നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. എങ്ങനെ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യാം എന്നതാണ് നമ്പർ കൺവേർഷൻ എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡെസിമൽ ടു ബൈനറി. എങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറാക്കി കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. 37 ബേസ് 10. 37 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ കണ്ടുപിടിക്കണം. ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ബൈനറിയുടെ ബേസ് 2 ആണ്. 37നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 18 കിട്ടും, റിമൈൻഡർ 1. 18/2 ചെയ്യുമ്പോൾ 9 കിട്ടും, റിമൈൻഡർ 0. 9/2 ചെയ്യുമ്പോൾ 4 കിട്ടും, റിമൈൻഡർ 1. 4/2 ചെയ്യുമ്പോൾ 2 കിട്ടും, റിമൈൻഡർ 0. 2/2 ചെയ്യുമ്പോൾ 1 കിട്ടും, റിമൈൻഡർ 0. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയത്. താഴെ വരുന്നത് MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും മുകളിലത്തത് LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് MSB എന്ന് LSBയിലേക്കാണ്. 37 ബേസ് 10 ഈക്വൽ ടു 1 0 0 1 0 1 ടു ദ ബേസ് 2. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി. എങ്ങനെ ഒരു ഡെസിമൽ ഫ്രാക്ഷനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? നമുക്കറിയാം ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പോയിൻ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഒരു പോയിൻ്റ് നമ്പേഴ്സിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് നോക്കാം. ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 25.375. ഇതൊരു പോയിൻ്റ് നമ്പേഴ്സാണ് അല്ലേ? ഇതിനെ എങ്ങനെ ഒരു ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇതിൻ്റെ ബേസ് 10 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ബൈനറിയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിന് 2 പാർട്ടാണ്. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. അത് പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലെ 25നെ എടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25/2 ചെയ്യുന്ന സമയത്ത് 12 കിട്ടും, റിമൈൻഡർ 1. എഗെയിൻ 12 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം, 6 കിട്ടും, റിമൈൻഡർ 0. 6/2 ചെയ്യുന്ന സമയത്ത് 3 കിട്ടും, റിമൈൻഡർ എഗെയിൻ 0. 3/2 ചെയ്യുന്ന സമയത്ത് 1 കിട്ടും, റിമൈൻഡർ 1. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ MSBന്ന് LSBയിലോട്ട് ഈ നമ്പേഴ്സിനെ നമുക്ക് എഴുതാം. 1 1 0 0 1. അപ്പോൾ 25നെ ചെയ്ത സമയത്ത് നമുക്ക് 1 1 0 0 1 കിട്ടി. ഇനി റൈറ്റ് സൈഡിലെ 375നെ നോക്കാം. പോയിൻ്റ് റൈറ്റ് സൈഡിലെ നമ്പേഴ്സിനെ എപ്പോഴും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. 0.375 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് 0.750 കിട്ടും. ഇതിൽ പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലെ 0നെ നമ്മൾ മാറ്റി എഴുതാം. പോയിൻറ്റിന് റൈറ്റ് സൈഡിലെ നമ്പേഴ്സിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0നെ മാറ്റി എഴുതാം. പോയിൻറ്റിന് റൈറ്റ് സൈഡിലെ നമ്പേഴ്സിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം നമുക്ക് ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ടു കൊണ്ടായിരുന്നു അവിടെ ഡിവൈഡ് ചെയ്തതും. ഓക്കെ, 0.750 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.500 കിട്ടും. ഇതിൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലെ 1 നമ്മൾ മാറ്റി എഴുതുക. പോയിൻറ്റിന് റൈറ്റ് സൈഡിലെ 500 വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.00 എന്ന ആൻസറാണ് ലഭിക്കുക. അതിലെ 1 നമ്മൾ മാറ്റി എഴുതാം. പോയിൻറ്റിന് ശേഷം 00 മാത്രമേ ഉള്ളൂ അല്ലേ, അതുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് കിട്ടിയ ആൻസറിന് മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. 0.375 ചെയ്താൽ നമുക്ക് കിട്ടുക 0, 1, 1. ഇപ്പോൾ 25 ചെയ്തപ്പോൾ നമുക്ക് 11001 കിട്ടി. 0.375 ചെയ്തപ്പോൾ 0.11 കിട്ടി. ഇതാണ് 25.375 ബൈനറി ഫ്രാക്ഷൻ. ശ്രദ്ധിക്കുക, ഫ്രാക്ഷനെ ചെയ്യുന്ന സമയത്ത് പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഡിവൈഡ് ചെയ്യുകയും റൈറ്റ് സൈഡിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്താൽ മതി. അടുത്ത കൺവേർഷൻ ഡെസിമൽ ടു ഒക്ടൽ. നമുക്കറിയാം ഒക്ടലിൻ്റെ ബേസ് 8 ആണ്. അപ്പോൾ നമ്മൾ 8 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓർത്താൽ മതി, ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസ് കൊണ്ടായിരിക്കും എപ്പോഴും ഡിവൈഡ് ചെയ്യേണ്ടതും മൾട്ടിപ്ലൈ ചെയ്യേണ്ടതും. ഓക്കെ, നമുക്ക് ഡെസിമൽ ടു ഒക്ടലിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 225 ടു ദ ബേസ് 10. അപ്പോൾ 225 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ എത്ര എന്ന് നോക്കാം. 225നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒക്ടൽ ആയതുകൊണ്ടാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 28 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 കിട്ടും, റിമൈൻഡർ 4 കിട്ടും. അപ്പോൾ ഇനി ഫർദർ ഡിവിഷൻ ഇല്ല അല്ലേ, അപ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, MSB LSBയിലോട്ട് നമ്പേഴ്സിനെ എഴുതാം. 3, 4, 1 ടു ദ ബേസ് 8. അപ്പം 225 ടു ദ ബേസ് 10നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 341 ടു ദ ബേസ് 8 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത കൺവേർഷനാണ് ഡെസിമൽ ഫ്രാക്ഷൻ ടു ഒക്ടൽ. അതായത് ഒരു ഫ്രാക്ഷൻ നമ്പറിനെ, ഡെസിമൽ ഫ്രാക്ഷൻ നമ്പറിനെ എങ്ങനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിൾ 198.575 ടു ദ ബേസ് 10. അതിനെ എങ്ങനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനെ നോക്കാം. 198. ഇതിനെ നേരത്തെ ചെയ്തതുപോലെ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഡിവൈഡ് ചെയ്യുകയും റൈറ്റ് സൈഡിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം 198നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 കിട്ടും, റിമൈൻഡർ 6 കിട്ടും. വീണ്ടും ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 3 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. ഓക്കെ, നമുക്ക് ഫർദർ ഡിവിഷൻ ഇല്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. MSBന്ന് LSBയിലേക്ക് എഴുതാം. ഇപ്പം 198നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് 306. 306 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പോയിൻറ്റിന് റൈറ്റ് സൈഡിലുള്ള 575നെ നോക്കാം. പറഞ്ഞിട്ടുണ്ട് പോയിൻറ്റിന് റൈറ്റ് സൈഡിലുള്ളതിനെ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം 0.575നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5
4.600 എന്നാണ് കിട്ടുക. അപ്പോൾ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള 4നെ നമ്മൾ മാറ്റി എഴുതാം. പോയിന്റിന് റൈറ്റ് സൈഡിലുള്ള 0.600നെ വീണ്ടും 8നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.600 ഇൻറ്റു 8 ചെയ്താൽ 1.200 എന്ന് കിട്ടും. ഇതിൽ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലെ 1നെ മാറ്റി എഴുതി റൈറ്റ് സൈഡിലെ നമ്പേഴ്സിനെ വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 0.200 ഇൻറ്റു 8. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് കിട്ടുക 0.400 എന്നാണ്. പോയിന്റിന് ലെഫ്റ്റ് സൈഡിലെ 0നെ നമ്മൾ മാറ്റി എഴുതി. ചില പ്രോബ്ലത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ 3 സ്റ്റെപ്പിൽ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ നിർത്താവുന്നതാണ്. അപ്പോൾ 0.575നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് 0.410 എന്നിങ്ങനെയാണ്. 198.575 എന്ന ഡെസിമൽ നമ്പറിൻ്റെ ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 306.410 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മിനിമം 3 സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി. ചില നമ്പേഴ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 3 സ്റ്റെപ്പിൽ വെച്ച് നിർത്തുന്നത്. അടുത്ത കൺവേർഷനാണ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ്. അപ്പം 16 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 659 ടു ദ ബേസ് 10. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 16 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആയതുകൊണ്ട്. അപ്പം 659 എന്ന ഡെസിമൽ നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 41 കിട്ടും. റിമൈൻഡർ 3 ആണ്. അഗെയിൻ 41 ഡിവൈഡഡ് ബൈ 16 ചെയ്യുന്ന സമയത്ത് ടു കിട്ടും. റിമൈൻഡർ 9. ഇനി ഫർദർ ഡിവിഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. MSBന്ന് LSBയിലോട്ട് എഴുതിയാൽ 659ൻ്റെ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 293 ആണ്. ക്ലിയർ ആണല്ലോ? 659ൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 293 ആണ്. ഓക്കെ, അടുത്ത കൺവേർഷനാണ് ഡെസിമൽ ഫ്രാക്ഷൻ ടു ഹെക്സാഡെസിമൽ. ഒരു ഡെസിമൽ പോയിന്റ് നമ്പറിനെ എങ്ങനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം സിമ്പിൾ എക്സാമ്പിൾ നോക്കുക. 266.367 ടു ദ ബേസ് 10. അതിനെ എങ്ങനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം? അപ്പം പോയിന്റിന് ലെഫ്റ്റ് സൈഡിലെ നമ്പറിനെ ആദ്യം എടുക്കാം. അതിന് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഹെക്സാഡെസിമലിലേക്കാണ്. അതുകൊണ്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 266/16 ചെയ്താൽ നമുക്ക് 16 കിട്ടും. റിമൈൻഡർ 10 കിട്ടും. അപ്പം 10നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന ക്യാരക്ടർ വെച്ചിട്ടാണ്. വീണ്ടും 16നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 കിട്ടും. റിമൈൻഡർ 0 കിട്ടും. നമ്മൾ MSBന്ന് LSBയിലോട്ട് എഴുതുകയാണെങ്കിൽ 1 0
10 അല്ല, 10ൻ്റെ ക്യാരക്ടർ ഏതാണ്? എ ആണ്. എ. അപ്പം 10A ആണ് 266 ചെയ്തപ്പം കിട്ടിയത്. ഇനി പോയിന്റിന് റൈറ്റ് സൈഡിലെ 367 മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു 16 ചെയ്യുന്ന സമയത്ത് 5.872 കിട്ടും. അപ്പം നമ്മൾ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലെ 5നെ മാറ്റി എഴുതി. വീണ്ടും 0.872നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്യുന്ന സമയത്ത് 13.952 കിട്ടി. അപ്പം 13 നമ്മൾ മാറ്റി എഴുതുക. 13 മാറ്റി എഴുതുന്ന സമയത്ത് 13ൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ക്യാരക്ടർ എന്ന് പറയുന്നത് D ആണ്. അപ്പം D എഴുതാം. ഇനി വീണ്ടും 0.952 ഇൻറ്റു 16 ചെയ്യുന്ന സമയത്ത് 15.232 കിട്ടും. 15നെ മാറ്റി എഴുതുക. പോയിന്റ് ലെഫ്റ്റ് സൈഡിലെ 15നെ മാറ്റി എഴുതുക. 15ൻ്റെ ആൽഫബറ്റ് എന്ന് പറയുന്നത് F ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പം 3 സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് നിർത്താവുന്നതാണ്. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. 0.5DF എന്നാണ് കിട്ടുക. അതിൻ്റെ ആൽഫബറ്റ് എഴുതാൻ ശ്രദ്ധിക്കുക. നമ്പർ അല്ല 13 എന്നല്ല എഴുതേണ്ടത്, D എന്നാണ് എഴുതേണ്ടത്. അതുപോലെ 15 എന്നല്ല, F എന്നാണ്. അതിൻ്റെ ആൽഫബറ്റ് F എന്നാണ് എഴുതേണ്ടത്. നമുക്ക് കിട്ടിയ ആൻസർ 10A.5DF എന്നാണ്. അടുത്ത കൺവേർഷനാണ് ബൈനറി ടു ഡെസിമൽ. അറിയാം, ബൈനറീൻ്റെ ബേസ് 2 ആണ്, ഡെസിമലിൻ്റെ 10 ആണ്. അപ്പം ബേസ് 2 ആയ ബൈനറി നമ്പേഴ്സിനെ ബേസ് 10 ആയ ഡെസിമൽ നമ്പേഴ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഒരു എക്സാമ്പിളാണ് 100,101 ടു ദ ബേസ് 2. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബൈനറി നമ്പറിനെ ഒന്ന് മാറ്റി എഴുതാം. 100,101. ലെഫ്റ്റ് സൈഡിലെ ബിറ്റിനെ നമുക്ക് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ MSB എന്ന് പറയാം. പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലെ ബിറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അഥവാ MSB. റൈറ്റ് സൈഡിലെ ബിറ്റിനെ LSB അഥവാ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയാം. ഇനി ചെയ്യേണ്ടത് ഈ ബൈനറി നമ്പറിലെ ഓരോ ബിറ്റിൻ്റെയും പൊസിഷൻ എഴുതുകയാണ്. അപ്പം പൊസിഷൻ എഴുതുന്ന സമയത്ത് LSB എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷൻ 2⁻0 ആണ്. ഇവിടെ 2 ചൂസ് ചെയ്യാൻ കാരണം ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് പൊസിഷൻ വരുന്നത് 2⁻1. തേർഡ് ബിറ്റിൻ്റെ പൊസിഷൻ വരുന്നത് 2⁻2 ആണ്. നെക്സ്റ്റ് പൊസിഷൻ 2⁻3. അടുത്തത് വരുന്നത് 2⁻4. ലാസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷൻ വരുന്നത് 2⁻5 എന്നിങ്ങനെയാണ്. ബിറ്റ് പൊസിഷൻ എഴുതി കഴിഞ്ഞാൽ ബിറ്റ് കൊണ്ട് പൊസിഷനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 1 × 2⁵ പ്ലസ് 0 × 2⁴ പ്ലസ് 0 × 2⁵ പ്ലസ് 1 × 2² പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0 അങ്ങനെയാണ് വരിക. ഒന്ന് എഴുതി നോക്കാം. 1 × 2⁵ പ്ലസ് 0 × 2⁴ പ്ലസ്
0 into 2 cube plus 1 into 2 square plus 0 into 2 raised to 1 plus 1 into 2 raised to 0. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം അഡീഷൻ ചെയ്യുക. അപ്പം 1 into 2 raised to 5 എന്ന് പറയുന്നത് 32 ആണ്. 1 into 32 plus 0 into 2 raised to 4. 2 raised to 4 എന്ന് പറയുന്നത് 16 ആണ്. പ്ലസ് 0 into 2 raised to 3 8 ആണ്. 0 into 8 പ്ലസ് 1 into 2 square 4 ആണ്. 1 into 4 പ്ലസ് 0 into 2 raised to 1 2 തന്നെയാണ്. 0 into 2 പ്ലസ് 1 into 2 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു സംഖ്യയുടെയും 0th പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1 into 1. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുക. 1 into 32 പ്ലസ് 0 into 16 0 പ്ലസ് again 0 പ്ലസ് 1 into 4 പ്ലസ് 0 into 2 0 പ്ലസ് 1 into 1 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 32 പ്ലസ് 4 പ്ലസ് 1 37. അപ്പം 101ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 37 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത കൺവേർഷൻ വരുന്നത് ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ. ഒരു ബൈനറി ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ 11101.110 to the base 2. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. ആദ്യം ഈ ബൈനറി നമ്പറിനെ ഒന്ന് മാറ്റി എഴുതാം. 1 1 1 0 1 .110. മാറ്റി എഴുതുന്ന സമയത്ത് നിങ്ങൾ പോയിൻ്റ് ഇടണം. 0.110. ഇനി നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ പൊസിഷൻ കൊടുക്കാം. പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റിന് ആദ്യം കൊടുക്കാം. അതാണ് 2 raised to 0th പൊസിഷൻ. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റ്. ഓക്കെ. നെക്സ്റ്റ് 2 raised to 1 നേരത്തെ കൊടുത്തതുപോലെ തന്നെ. നെക്സ്റ്റ് 2 raised to 2. നെക്സ്റ്റ് 2 raised to 3. ലാസ്റ്റ് പൊസിഷൻ 2 raised to 4. അപ്പോൾ നമ്മൾ പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി പോയിൻറ്റിന് റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റിന്, ഈ ബിറ്റിനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം റൈറ്റിലോട്ട് പൊസിഷൻ കൊടുത്തു വരാം. ഓക്കെ. നമ്മൾ പോയിൻറ്റിന് ശേഷം ഫസ്റ്റ് ബിറ്റിന് കൊടുക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 2 raised to -1 ആണ്. പോയിൻറ്റിന് ശേഷമുള്ള ഫസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 raised to -1 ആണ്.
റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2⁻1 ആണ്. സെക്കൻഡ് വൺ 2⁻2, തേർഡ് 2⁻3. അപ്പം നമ്മൾ പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ള ബിറ്റുകളെ പൊസിഷൻ 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4 എന്ന് കൊടുത്തു. റൈറ്റ് സൈഡിലുള്ളതിനെ 2⁻1, 2⁻2, 2⁻3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ബിറ്റിനെ പൊസിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ബിറ്റിനെ പൊസിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 1 × 2⁻4 പ്ലസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 × 2⁻3 പ്ലസ് 1 × 2² പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0 പ്ലസ് ഇനി പോയിൻറ്റിന് റൈറ്റ് സൈഡിലുള്ളത് അതിൻ്റെ കൂടെ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. 1 × 2⁻1 പ്ലസ് 1 × 2⁻2 1 × 2⁻2 പ്ലസ് 0 × 2⁻3 0 × 2⁻3. ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് അടുക്ക് പോയിൻ്റ് ഒന്നും കൊടുക്കരുത്. സെപ്പറേറ്റ് ചെയ്തിട്ടല്ല ആഡ് ചെയ്യേണ്ടത്, ഒരുമിച്ചാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പവർ കണ്ടതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 1 × 2⁻4 എന്ന് പറയുന്നത് 16 ആണ്. 1 × 2³ 8 പ്ലസ് 1 × 2² 4 ആണ്. 1 × 4 പ്ലസ് 0 × 2⁻1 2 ആണ് 2 പ്ലസ് 1 × 2⁻0 എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 1 × 2⁻1 2⁻1 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം 1 × 1/2 പ്ലസ് 1 × 2⁻2 2⁻2 എന്ന് പറയുന്നത് 1/2² 1/2² എന്ന് പറയുന്നത് 1/4 പ്ലസ് 0 × 2⁻3 2⁻3 എന്ന് പറയുന്നത് 1/2³ ആണ്. 1/2³ എന്ന് പറയുന്നത് 1/8 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 1 × 16 പ്ലസ് 1 × 8 പ്ലസ് 1 × 4 പ്ലസ് 0 × 2 0 പ്ലസ് 1 പ്ലസ് 1 × 1/2 1/2 പ്ലസ് 1 × 1/4 1/4 പ്ലസ് 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2 2 1 × 2
പ്ലസ് 0 ഇൻറ്റു 1/8 0. ഇത് ആഡ് ചെയ്താൽ 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 1 ചെയ്താൽ 29 കിട്ടും. പ്ലസ് 1/2 പ്ലസ് 1/4 ഉണ്ട്. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. പ്ലസ് 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. ഇത് ആഡ് ചെയ്താൽ ഫൈനൽ ആൻസർ 29.75. അപ്പം 11101.110 കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 29.75. നെക്സ്റ്റ് കൺവേർഷൻ ഒക്ടൽ ടു ഡെസിമൽ. ഒക്ടൽ എന്ന് പറയുന്നത് ബേസ് 8 ആണ്. ഇതിനെങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു ബേസ് 10 നമ്പറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 364 ബേസ് 8 ആണ്, ഒക്ടൽ നമ്പർ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 364നെ മാറ്റി എഴുതാം. എന്നിട്ട് ഇതിൽ ഓരോ ഡിജിറ്റിനും പൊസിഷൻ നൽകണം. പൊസിഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബേസ് 8 ആണ്. ഒക്ടൽ ആയതുകൊണ്ട് ഇതിൻ്റെ ബേസ് 8 ആണ്. അപ്പോൾ 8 വെച്ചിട്ട് വേണം പൊസിഷൻ നൽകാൻ. നമ്മൾ നേരത്തെ ബൈനറിയിൽ 2 വെച്ചിട്ടായിരുന്നു ചെയ്തത്, ഇവിടെ 8 വെച്ചിട്ട് വേണം ചെയ്യാൻ. ഫസ്റ്റ് പൊസിഷൻ 8^0, സെക്കൻഡ് 8^1, തേർഡ് 8^2. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ ബൈനറി ആയതുകൊണ്ട് 2 ആയിരുന്നു, ഇവിടെ ഒക്ടൽ ആയതുകൊണ്ട് 8 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷനെ ആ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 × 8² പ്ലസ് 6 × 8^1 പ്ലസ് 4 × 8^0. ത്രീ ഇൻറ്റു 8² 64 ആണ്. 3 × 64 പ്ലസ് 6 × 8^1 8 പ്ലസ് 4 × 8^0 1. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 × 64 192 പ്ലസ് 6 × 8 48 പ്ലസ് 4. ആഡ് ചെയ്താൽ 244 ടു ദ ബേസ് 10. അപ്പം 364 ഒക്ടൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 244. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് കൺവേർഷൻ ഒക്ടൽ ഫ്രാക്ഷൻസ് ടു ഡെസിമൽ. ഒരു ഒക്ടൽ പോയിൻ്റ് നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിൾ നോക്കാം. 237.16 ഇതൊരു ഒക്ടൽ ഫ്രാക്ഷനാണ്. ഇതിന് കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. 237.16നെ മാറ്റി എഴുതുക, എന്നിട്ട് പൊസിഷൻ കൊടുക്കുക. പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് ബേസ് 8 ആണ്. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സിന് വേണം ആദ്യം പൊസിഷൻ കൊടുക്കാൻ. 7ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 8^0 ആണ്. 3 8^1, 2ൻ്റെത് 8^2. ഇനി പോയിൻറ്റിന് റൈറ്റ് സൈഡിലെ നമ്പേഴ്സിന് പൊസിഷൻ കൊടുക്കാം.
പോയിന്റിന് ശേഷമുള്ള റൈറ്റ് സൈഡിലെ ഫസ്റ്റ് നമ്പറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 8⁻⁻1. സെക്കൻഡ് നമ്പറിൻ്റെ പൊസിഷൻ 8⁻². ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്പറിനെ ഇതിൻ്റെ പൊസിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 2 × 8² പ്ലസ് 3 × 8⁻1 പ്ലസ് 7 × 8⁻0 പ്ലസ് 1 × 8⁻⁻1 പ്ലസ് 6 × 8⁻². Two into 8² 64 plus 3 × 8 plus 7 × 8⁻01 plus 1 × 8⁻⁻1 എന്ന് പറയുന്നത് 1/8 ആണ്. പ്ലസ് 6 × 8⁻⁻2 എന്ന് പറയുന്നത് 1/8² ആണ്. 8² 64 ആണ്. അപ്പോൾ 1/64. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. 2 × 64 128 പ്ലസ് 3 × 8 24 plus 7 plus 1 × 1/8 1/8 1/8 എന്ന് പറയുന്നത് 0.125 പ്ലസ് 6 × 1/64 അത് ചെയ്താൽ 0.09375. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടുക 159.21875. 237.16 ബേസ് 8ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 159.21875. അടുത്ത കൺവേർഷൻ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഹെക്സാഡെസിമലിൻ്റെ ബേസ് നമുക്കറിയാം 16 ആണ്. 16 ബേസ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിൾ 12A. ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ഒരിക്കലും 12A എന്ന് വായിക്കരുത്. നമ്മൾ 10 കഴിഞ്ഞാലുള്ള നമ്പേഴ്സിനെ ആൽഫബറ്റ് യൂസ് ചെയ്ത് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളൂ. അപ്പം 12A ബേസ് 16ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം 12A. അപ്പം ബേസ് 16 ആണ്. അപ്പം 6 പൊസിഷൻ എഴുതുന്ന സമയത്ത് 16 വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പം എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 16⁻0 ആണ്. 2ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 16⁻1. 1ൻ്റെ പൊസിഷൻ 16⁻2. ഇനി നമുക്ക്
നമ്പേഴ്സിനെ പൊസിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 16 square plus 2 into 16 raised to 1 plus a into 16 raised to 0. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പർ 10നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് അല്ലെങ്കിൽ ആൽഫബറ്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എക്ക് പകരം നമുക്ക് അവിടെ 10 എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് എക്ക് പകരം നമുക്ക് 10 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. 1 into 16 സ്ക്വയർ. 16 സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. പ്ലസ് 2 into 16 raised to 1 16 ആണ്. 2 into 16 പ്ലസ് 10 into 16 raised to 0 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 into 256 പ്ലസ് 2 into 16 32 പ്ലസ് 10. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 298. അപ്പോൾ 128 എന്ന ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 298. ക്ലിയർ ആണല്ലോ? അടുത്ത കൺവേർഷനാണ് ഹെക്സാഡെസിമൽ ഫ്രാക്ഷൻസ് ടു ഡെസിമൽ. ഒരു ഹെക്സാഡെസിമൽ പോയിന്റ് നമ്പറിനെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിൾ എടുക്കാം. 2AC പോയിന്റ് ബി. ഇതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ബേസ് 16 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. ആദ്യം ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. 2AC പോയിന്റ് ബി. ഹെക്സാഡെസിമൽ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ബേസ് 16 ആണ്. അപ്പം പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിന് നമുക്ക് പൊസിഷൻ കൊടുക്കാം. ഫസ്റ്റ് നമ്പറിൻ്റെ പൊസിഷൻ 16 raised to 0, സെക്കൻഡ് വൺ 16 raised to 1, തേർഡ് 16 raised to 2. ഇനി പോയിൻറ്റിന് റൈറ്റ് സൈഡിലുള്ള നമ്പറിന് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 16 raised to -1. ഇനി നമുക്ക് നമ്പേഴ്സിനെ അതിൻ്റെ പൊസിഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 16 സ്ക്വയർ പ്ലസ് a into 16 raised to 1. ഇപ്പം a എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാം. 10 into 16 raised to 1 പ്ലസ് c into 16 raised to 0 ആണ് വരിക. സിൻ്റെ വാല്യൂ 12 ആണ്. 12 into 16 raised to 0 പ്ലസ് b into 16 raised to -1 ആണ്. b into 16 raised to -1. ബിൻ്റെ വാല്യൂ 11 ആണ്. 11 into 16 raised to -1. മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 16 സ്ക്വയർ 256 പ്ലസ് 10 into 16 പ്ലസ് 12 into 16 raised to 0 1 പ്ലസ് 11 into 16 raised to -1 1/16 ആണ്.
2 into 2 56, 512 plus 160 plus 12 into 1 12 plus 11 into 1 by 16 ചെയ്താൽ 0.688. ആഡ് ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടുക 684.688. അപ്പം 2AC പോയിൻറ്റ് ബി എന്ന ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 684.688. അടുത്ത കൺവേർഷനാണ് ബൈനറി ടു ഒക്ടൽ. ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഒക്ടലാക്കി കൺവേർട്ട് ചെയ്യാം. ബൈനറീൻ്റെ ബേസ് 2 ഒക്ടലിൻ്റെ ബേസ് 8 അപ്പോൾ ബേസ് 2 ബൈനറി നമ്പറിനെ എങ്ങനെ ബേസ് 8 കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഓരോ ഒക്ടൽ ഡിജിറ്റിൻ്റെയും ബൈനറി ഇക്വാലൻറ്റ് ഞാനിവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാതെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൺവേർഷൻ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 0 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഇക്വാലൻറ്റ് 000 ആണ്. 1ൻ്റെത് 001 ആണ്. 2ൻ്റെത് 010, 3ൻ്റെത് 011, 4ൻ്റെ ബൈനറി ഇക്വാലൻറ്റ് 100, 5ൻ്റെ ബൈനറി ഇക്വാലൻറ്റ് 101, 6ൻ്റെത് 110 ആൻഡ് 7 111. ഇനി നമ്മൾക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 1011110 ടു ദ ബേസ് 2. ഇതൊരു ബൈനറി നമ്പറാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ എത്ര എന്ന് നോക്കാം. ആദ്യം ഈ നമ്പറിനെ ഒന്ന് മാറ്റി എഴുതുക. 1011110. ഇനി ചെയ്യേണ്ടത് ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റാം. റൈറ്റ് സൈഡിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് 3 ബിറ്റുകളുള്ള ഗ്രൂപ്പാക്കി മാറ്റാം. ഒക്ടലിൻ്റെ ബേസ് 8 അതുകൊണ്ടാണ് നമ്മൾ 3 ബിറ്റുകളുള്ള ഗ്രൂപ്പാക്കി മാറ്റുന്നത്. നമ്മൾ നേരത്തെ ടേബിളിൽ ഓരോ ഒക്ടൽ ഡിജിറ്റിൻ്റെയും ബൈനറി നമ്പർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബേസ് 8 ആയതുകൊണ്ടാണ് 3 ബിറ്റുകളിലെ ഗ്രൂപ്പാക്കി മാറ്റുന്നത്. ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ നിന്ന് 3 ബിറ്റുകളുള്ള ഓരോ ഗ്രൂപ്പാക്കി മാറ്റാം. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് 3 ബിറ്റുള്ള ആദ്യത്തെ ഗ്രൂപ്പ് 110. രണ്ടാമത്തെ 3 ബിറ്റിൻ്റെ ഗ്രൂപ്പ് 011. അപ്പോൾ നോക്കുക, ലാസ്റ്റ് ഒരു ബിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് 3 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളാക്കാൻ ബിറ്റുകളില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര സീറോസ് ആണോ നമുക്ക് വേണ്ടത് അത്രയും 0 ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ബിറ്റ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 ബിറ്റ് വേണം. അപ്പോൾ 2 0 ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് സീറോസ് ആണ് ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇവിടെ പറയാം, റൈറ്റ് സൈഡ് മുതലാണ് നമ്മൾ ഗ്രൂപ്പുകളാക്കേണ്ടത്. 3 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളാക്കാം. തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് 110. നമ്മൾ നേരത്തെ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് 110ൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത ഗ്രൂപ്പ് 011. 011ൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ്. ഇത് ടേബിളിൽ നോക്കിയിട്ടാണ് പറയേണ്ടത്. നിങ്ങൾ കാണാതെ പഠിക്കണം. 011ൻ്റെത് 3 ആണ്. ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. 011 അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ലാസ്റ്റ് ഗ്രൂപ്പ് 001. 001ൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആണല്ലോ? അത് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കാണാതെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 3 ഗ്രൂപ്പുകളാക്കി അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എഴുതി. 1011110 എന്ന ബൈനറി നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ എന്ന് പറയുന്നത് 1
136 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഒരു ബൈനറി ഫ്രാക്ഷനെ ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഒരു ബൈനറി ഫ്രാക്ഷനെ എങ്ങനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിൾ നോക്കാം. കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കാം. 10111111 0.0111 to the base 2. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എത്രയാണെന്ന് നോക്കാം. ഇതൊരു ബൈനറി ഫ്രാക്ഷനാണ്. ഇതിൻ്റെ ഒക്ടൽ ഡിജിറ്റ് എത്രയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 10 11 11 11 0.0111. ഇനി നമുക്ക് പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിനെ ആദ്യം ഗ്രൂപ്പ് ആക്കാം. പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള ബൈനറി നമ്പേഴ്സിനെ ഗ്രൂപ്പ് ആക്കാം. ആദ്യം പോയിന്റിന് ലെഫ്റ്റ് സൈഡിലെ 3 നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 ബിറ്റുള്ള ഗ്രൂപ്പുകളാണ്. അപ്പോൾ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് 3 ബിറ്റ് എടുത്തു, സെക്കൻഡ് 3 ബിറ്റ് എടുത്തു. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, ഫൈനലി 2 ബിറ്റേ ഉള്ളൂ. നമുക്ക് 3 ബിറ്റുള്ള ഗ്രൂപ്പുകളാണ് വേണ്ടത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്യുക. അപ്പം 3 ബിറ്റായി. അതിനെ വീണ്ടും ഒരു ഗ്രൂപ്പ് ആക്കാം. ഇനി നമുക്ക് പോയിന്റിന് റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സിനെ ഗ്രൂപ്പ് ആക്കാം. പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഗ്രൂപ്പ് ആക്കി പോയിന്റിന് റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സിനെ ഗ്രൂപ്പ് ആക്കാം. അപ്പം 0 1 1 എന്ന് പറഞ്ഞ 3 ബിറ്റുള്ള ഒരു ഗ്രൂപ്പാക്കി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോയിന്റിന് റൈറ്റ് സൈഡിലെ നമ്പേഴ്സിനെ ഗ്രൂപ്പ് ആക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് ഗ്രൂപ്പ് ആക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 3 ബിറ്റുള്ള ആദ്യത്തെ ഗ്രൂപ്പ് 0 1 1. രണ്ടാമത്തെ ഗ്രൂപ്പിനുള്ള ബിറ്റ് അവിടെ തികയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ 2 zeros ആഡ് ചെയ്യാം. ഇവിടെ ഒരു ബിറ്റ് ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കേണ്ടത്, റൈറ്റ് സൈഡിലാണ് zeros ആഡ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ zeros ആഡ് ചെയ്തിട്ട് 3 ബിറ്റുള്ളൊരു ഗ്രൂപ്പാക്കി 1 0 0 എന്ന് പറയുന്ന 3 ബിറ്റുള്ളൊരു ഗ്രൂപ്പാക്കി. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എഴുതാം. 111ൻ്റെ ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. 111 അഗെയിൻ 7. 0 1 0ൻ്റെത് 2 ആണ്. പോയിന്റ് റൈറ്റ് സൈഡിൽ എഴുതാം 0 1 1. 011ൻ്റെ ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 1 0 0 1 0 0 4 ആണ്. ഇതാ ടേബിളിൽ നോക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇത് കാണാതെ പഠിക്കണം. അപ്പം നമുക്ക് കിട്ടിയ ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 277.34. അടുത്ത കൺവേർഷനാണ് ഒക്ടൽ ടു ബൈനറി. നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ കൺവേർഷൻ. ഒരു ഒക്ടൽ നമ്പറിനെ എങ്ങനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 147 ബേസ് 8. ഈ ഒക്ടൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് എത്രയാണെന്ന് നോക്കാം. നമ്പറിനെ ഒന്ന് മാറ്റി എഴുതിയാൽ 1 4 7. എന്നിട്ട് ഈ ഓരോ ഡിജിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എഴുതുക. നമ്മൾ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ഡിജിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. 1ൻ്റെത് 0 0 1 ആണ്. ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. ടേബിളിൽ ഓരോ ഒക്ടലിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1ൻ്റെത് 0 0
1 ആണ്. ഇനി 4ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വാലൻ്റ് എന്ന് പറയുന്നത് 1 0 0 ആണ്. 7ൻ്റെത് 1 1 1 ആണ്. നിങ്ങളത് കാണാതെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഇത്തരം കൺവേർഷൻസ് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പം 1 4 7 ഇതിൽ ഓരോ ഡിജിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി ഈക്വാലൻ്റ് നമ്മൾ എഴുതി. ഇനി നമുക്കിതൊന്ന് കൂട്ടി എഴുതാം. 0 0 1 1 0 0 1 1 1 to the base 2. ഇതാണ് 147 എന്ന ഒക്ടൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വാലൻ്റ് എന്ന് പറയുന്നത്. അടുത്ത കൺവേർഷനാണ് ഒക്ടൽ ഫ്രാക്ഷൻ ടു ബൈനറി. ഒരു ഒക്ടൽ പോയിൻ്റ് നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 637.543 to the base 8. ഇതൊരു ഒക്ടൽ പോയിൻ്റ് നമ്പറാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ നോക്കാം. ഞാൻ ആദ്യം ഒന്ന് മാറ്റി എഴുതുക. 637.543. ഓരോ ഡിജിറ്റിൻ്റെയും ബൈനറി ഈക്വാലൻ്റ് എഴുതുക. 6ൻ്റെത് 110, 3ൻ്റെത് 0 1 1, 7 1 1 1. 5ൻ്റെത് 1 0 1, 4ൻ്റെത് 1 0 0, 3ൻ്റെത് 0 1 1. ഇനി ഇതൊന്ന് കൂട്ടി എഴുതാം. 1 1 0 0 1 1 1 1 1 1 0 1 1 0 0 0 1 1 to the base 2. വീണ്ടും പറയാണ്, ടേബിൾ കാണാതെ പഠിച്ചാൽ മാത്രമേ ഇത്തരം കൺവേർഷൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത കൺവേർഷനാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ. എങ്ങനെ ഒരു ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഹെക്സാഡെസിമൽ ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബൈനറിയാണ്. അതായത് ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിൻ്റെയും ബൈനറി ഇക്വാലൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒക്ടലിൻ്റെത് പഠിച്ചതുപോലെ ഇതും നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പം 0ൻ്റെത് വരുന്നത് 0 0 0 0, 1ൻ്റെത് 0 0 0 1, 2 0 0 1 0, 3 0 0 1 1, 4 0 1 0 0, 5ൻ്റെത് 0 1 0 1, 6ൻ്റെത് 0 1 1 0, 7ൻ്റെത് 0 1 1 1, 8ൻ്റെത് 1 0 0 0, 9ൻ്റെത് 1 0 0 1. പിന്നെ എ എന്ന് പറയുന്നത് 10 ആണ്. 10ൻ്റെത് 1 0 1 0, 11 ബി ആണ്. ബീൻ്റെത് 1 0 1 1, സീൻ്റെത് വരുന്നത് 1 1 0 0, ഡി 1 1 0 1, ഇ 1 1 1 0 ആൻഡ് എഫ് 1 1 1 1. ഈ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ കൺവേർഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ടേബിൾ ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം എക്സാമ്പിൾ ഒന്ന് നോക്കാം. 1 0 1 1 1 1 0 to the base 2. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിനൊന്ന് മാറ്റി എഴുതാം. 1 0 1 1 1 1 0. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ബേസ് 16 നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് 4 ബിറ്റുകൾ വരുന്ന ഗ്രൂപ്പുകളാക്കി മാറ്റാം. ഈ നമ്പറിനെ 4 ബിറ്റുകൾ വരുന്ന ഗ്രൂപ്പുകളാക്കി മാറ്റാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് 1 1 1 0. ബാക്കി വരുന്ന നമ്പർ ശ്രദ്ധിക്കുക. അവിടെ 3 ബിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് 4 ബിറ്റുള്ള ഗ്രൂപ്പാണ് ആക്കേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്യാം.
അപ്പോൾ നമുക്ക് 0101 എന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 ബിറ്റുകളുള്ള 2 ഗ്രൂപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഗ്രൂപ്പ് 1110 അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഇ ആണ്. നമ്മൾ നേരത്തെ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് 0101 അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ 5 ആണ്. ടേബിൾ ബൈ ഹാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ കൺവേർഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ടേബിൾ ബൈ ഹാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടിയത് 101110 എന്ന ബൈനറി നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 5E ആണ്. അടുത്ത കൺവേർഷൻ ബൈനറി ഫ്രാക്ഷൻ ടു ഹെക്സാഡെസിമൽ. ഒരു ബൈനറി പോയിന്റിംഗ് നമ്പറിനെ എങ്ങനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 1111.01111 to the base 2. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. അത് നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 101111.0111. ആദ്യം നമുക്ക് പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിന് നോക്കാം. 4 ബിറ്റുകളുള്ള ഓരോ ഗ്രൂപ്പുകളാക്കാം. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1111. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ F ആണ്. അടുത്ത ഗ്രൂപ്പ് 1011 അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് B ആണ്. ഇനി പോയിന്റിന് റൈറ്റ് സൈഡിലുള്ളത് നോക്കാം. പോയിന്റിന് റൈറ്റ് സൈഡിൽ വരുന്നത് 4 ബിറ്റുള്ള ഒറ്റ ഗ്രൂപ്പേ വരുന്നുള്ളൂ, 0111. അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 7 ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് BF.7 to the base 16. ക്ലിയർ ആണല്ലോ? ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 4 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുക. ആ ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എഴുതാം. അടുത്ത കൺവേർഷനാണ് ഹെക്സാഡെസിമൽ ടു ബൈനറി. എങ്ങനെ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. തന്നിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. A69 to the base 16. ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എത്രയാണെന്ന് നോക്കാം. ഇതിനെ മാറ്റി എഴുതിയ A69. ടേബിൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. 16 ആണ് ഇതിൻ്റെ ബേസ്. അപ്പം എൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 1010. 6ൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 0110. 9ൻ്റെത് 1001. അപ്പം ഇതിനൊന്ന് കൂട്ടി എഴുതാം. 1010011001 to the base 2. നമ്മുടെ ലാസ്റ്റ് ബൈനറി കൺവേർഷനാണ് ഹെക്സാഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. 3AC.B അതൊരു ഹെക്സാഡെസിമൽ പോയിന്റ് നമ്പറാണ്. അതിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. താഴോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. 3യുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 0011 ആണ്. നേരത്തെ ടേബിൾ പ്രകാരമാണ് എഴുതുന്നത്. എൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1010 ആണ്. സിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1100 ആണ്. പോയിന്റ് ബിയുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1011 ആണ്. ഇനി നമുക്ക് ഇതിനൊന്ന് കൂട്ടി എഴുതാം.
0 0 1 1 1 0 1 0 1 1 0 0 പോയിന്റ്. ഇപ്പോൾ 3AC പോയിന്റ് ബിയുടെ ബൈനറി ഇക്വാലൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്പർ കൺവേർഷൻ എന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ബൈനറി അഡീഷൻ. ബൈനറി അഡീഷൻ എന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ബൈനറി നമ്പേഴ്സ് തമ്മിലുള്ള ആഡിങ് ആണ്. അപ്പം എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് ബൈനറി അഡീഷന് ചില റൂൾസുകളുണ്ട്. ഈ റൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റൂൾ 0 + 0 ഈസ് ഈക്വൽ ടു 0. അതായത് 0 ബിറ്റും 0 ബിറ്റും കൂടെ ആഡ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. സെക്കൻഡ് വൺ 1 + 0 ഈസ് ഈക്വൽ ടു 1. 1 ബിറ്റും 0 ബിറ്റ് കൂടെ ആഡ് ചെയ്താൽ റിസൾട്ട് 1 ആയിരിക്കും. തേർഡ് റൂൾ 0 + 1 ഈസ് ഈക്വൽ ടു 1. 0 ബിറ്റും 1 ബിറ്റ് കൂടെ ആഡ് ചെയ്താൽ 1 ആയിരിക്കും. ലാസ്റ്റ് വൺ 1 + 1 ഈസ് ഈക്വൽ ടു 0 ആൻഡ് ക്യാരി 1 ടു ദ നെക്സ്റ്റ് കോളം. അതായത് 1ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ റിസൾട്ട് 0 ആയിരിക്കും. കൂടാതെ ഒരു അഡീഷണൽ 1 കൂടെ ഉണ്ടായിരിക്കും. ആ 1നെ അടുത്ത കോളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 1 0 0 1 + 1 0 1. രണ്ട് ബൈനറി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ബൈനറി നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ അഡീഷൻ ചെയ്യുന്നത് പോലെ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുക. ഫസ്റ്റ് 1 + 1. റൂൾസിലേക്ക് പോകാം. 1 + 1 എന്ന് പറയുന്നത് 0 ആണ്. ഒരു അഡീഷണൽ ക്യാരി ഉണ്ട് അല്ലേ, പ്ലസ് ഒരു അഡീഷണൽ ക്യാരി ഉണ്ട്. ആ ക്യാരി അടുത്ത കോളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നോക്കുക, അടുത്ത കോളം ആഡ് ചെയ്യുന്ന സമയത്ത് 1 0 0 ഉണ്ട്. ആദ്യം 1ഉം 0ഉം കൂടെ ആഡ് ചെയ്യാം. 1ഉം 0ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ്? റൂൾസിൽ നോക്കാം 1 ആണ്. ഇനി ആ കിട്ടിയ 1ഉം അടുത്ത ബിറ്റായ 0ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പം 1 + 0 1 + 0 ചെയ്താൽ കിട്ടുക 1 ആണ്. ആ അഡീഷൻ റൂൾസ് പഠിക്കണം, എങ്കിൽ മാത്രമേ അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാം. ആദ്യം 1ഉം 0ഉം കൂടെ ആഡ് ചെയ്തു. 1 + 0 1 ആണ്. ആ 1നെ കൊണ്ട് 0നെ ആഡ് ചെയ്തു. ഇപ്പോൾ 1 + 0 1. ക്ലിയർ ആണല്ലോ. ഇനി തേർഡ് സ്റ്റെപ്പ് 0 + 1. റൂൾസ് പ്രകാരം 0 + 1 1 ആണ്. ലാസ്റ്റ് 1നെ ഇറക്കിയിടാം. അപ്പം 1 0 0 1 + 1 0 1 ചെയ്താൽ കിട്ടുന്ന ആൻസർ 1 1 1 0 ആണ്. നമ്പർ കൺവേർഷൻ, ബൈനറി അഡീഷൻ എന്നിങ്ങനെ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പ്രോബ്ലം ആയതുകൊണ്ട് എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക. ഈ സബ്ജക്റ്റിലെ മറ്റു പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.